നമസ്കാരം. കുറച്ചു നേരമായി കേരളത്തിലെ ചാനലുകൾ ഒരു വാർത്ത പൊലിപ്പിക്കുകയാണ്. ആരോരുമില്ലാതെ അന്തരിച്ച ഒരു RSS പ്രവർത്തകന്റെ മൃതദേഹം RSSകാർ ഏറ്റുവാങ്ങിയില്ല, അവരുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പർ, ഇർസാന എന്ന് പറയുന്ന മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഏറ്റെടുത്ത് ദഹിപ്പിക്കുന്നു. അവർ തന്നെ ചിതയ്ക്ക് തീ കൊളുത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ട് വലിയ പ്രചരണമാണ് ആ ഒരു സമൂഹത്തിനെതിരെ, ഒരു സംഘടനയ്ക്കെതിരെ. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റിവരും എന്നാണ് ഒരു ചൊല്ല്. അതുപോലെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ശവസംസ്കാരത്തിന്റെ ചിത്രങ്ങൾ നിങ്ങൾ കാണുക, അതിന്റെ വീഡിയോ നിങ്ങൾ കാണുക, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അത് പൂർണ്ണമായും സേവാഭാരതി സൗജന്യമായി ചെയ്ത ആ ഒരു പുണ്യകർമ്മം, അതിൽ ആ മെമ്പർക്കുള്ള പങ്ക് തള്ളിക്കളയാതെ തന്നെ പറയട്ടെ. ആ മെമ്പർ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടെ ആരോരുമില്ലാതെ ദഹിപ്പിക്കേണ്ടി വരുന്ന ഒരു മൃതദേഹത്തെ ആദരവോടുകൂടി ദഹിപ്പിക്കുവാൻ അവരുടെ സഹകരണം ഉണ്ടായി. അവരുടെ കർമ്മം ചെയ്തു എന്നുള്ളത് ജനപ്രതിനിധി ചെയ്യേണ്ട കർമ്മം തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രസിദ്ധി നേടാൻ വേണ്ടി ഒരു കുറുക്കു വഴി അവർ തിരഞ്ഞെടുത്തത് അത്യന്തം ഹീനമായി എന്ന് പറയാതെ വയ്യ. അവർ ചെയ്ത പുണ്യകർമ്മത്തിന്റെ എല്ലാ ഫലങ്ങളും ഇല്ലാതാക്കുന്നതായി ഒരു സമൂഹത്തെ, ഒരു സംഘടനയെ അപമാനിക്കുവാൻ വേണ്ടിയായി അവരുടെ ആ പ്രവൃത്തി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഭഗവത്ഗീത പറയുന്നു, ഗീതയിൽ ഭഗവാൻ പറയുന്നു, കർമ്മണ്യവാദി കാരസ്ഥയെ മാഫലേഷു കഥാചന എന്ന്. നിന്റെ കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരം, അതിന്റെ ഫലം ഇച്ഛിക്കാൻ നിനക്ക് അധികാരമില്ല എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യണം, അതിന്റെ ഫലം ഇച്ഛിക്കാതെ എന്നുള്ള അതെല്ലാം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. വളരെ നികൃഷ്ടമായി പോയി മെമ്പർ ഈ ചെയ്തത്. മെമ്പർ നല്ല കാര്യം ചെയ്തെങ്കിലും അതിന് 100 ഇരട്ടി ഹീനകൃത്യം കൂടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നിങ്ങൾ ആ വീഡിയോ കാണൂ, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കൂ. മനോരമ ചാനലിലൂടെ തന്നെ. നാരായണന്റെ ശവദാനത്തിന്റെ എല്ലാ ചെലവും എല്ലാ സേവാഭാരതി മംഗൽപാടിയാണ് ചെയ്തത്. അല്ലാതെ ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരു മരത്തിന്റെ വിറകിന്റെ കഷ്ണം വെച്ചതും ഞാൻ കത്തിച്ച ചൂട്ടനൊന്ന് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തതും അല്ലാതെ ഈ ഇവിടുത്തെ സംസ്കാരത്തിൽ ഓരോ വലിയൊരു പങ്ക് ഒന്നുമില്ല.